ഈ വർഷത്തെ നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വരിക്കച്ചക്കയാണ് കേട്ടോ ഞാൻ ഈ കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത് വെട്ടാൻ വേണ്ടി പോവാണ്. ഇപ്രാവശ്യത്തെ ഫുൾ വരിക്കച്ചക്ക നമ്മൾ ലേലം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്ന് ഇട്ടുകൊണ്ട് പോയി. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരെണ്ണം തന്നതാണ്. ഒരു ഇടിയൻ ചക്കയും തന്നു, ഒരു വരിക്കൻ ചക്കയും തന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ചക്ക തന്നെയാണ്, പക്ഷെ നമ്മളത് കൊടുത്തു ആൾക്കാർക്ക്, ചക്ക കൊണ്ടുപോകുന്ന ആൾക്കാർക്ക്. ചക്ക ലേലം ചെയ്ത് കൊണ്ടുപോകുന്നതിനെ പറ്റി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പ്ലാവും മാവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ചക്കയുടെ സീസൺ ആകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി ഈ ചക്ക ഇങ്ങനെ കൂടുതലാവുമ്പോൾ നമുക്ക് ഭയങ്കര ഉയരത്തിലാവുമ്പോഴായാലും തോട്ടി വലിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇത് ചീഞ്ഞ് പഴുത്ത് താഴെ വീണൊക്കെ പോകും. അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് ലേലം ചെയ്യുന്നതാണ്. അപ്പോൾ ലേലം ചെയ്യുമ്പോൾ നമുക്ക് ഈ ചക്കയുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെയാണ് പൈസ ഉണ്ടാവുക. നമ്മൾ 15 ചക്കയാണ് ഇട്ടത്. 15 എണ്ണത്തിന് നമുക്ക് 500 രൂപയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണ്ടി അവർ നല്ല പോലെ മൂത്തൊരു ചക്കയാണ് ഇട്ട് വന്നത്. അവർ അധികം മൂപ്പ് എത്താത്തതാണ് ഇട്ടുകൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ ചക്കവെട്ടൽ പരിപാടീസൊക്കെ കഴിഞ്ഞു. ദേ ഈ സുഡിയോട് ചെരുപ്പുണ്ടല്ലോ, ഇത് ഒരു കാരണവശാലും നനഞ്ഞു കഴിഞ്ഞ് ഇട്ടുകൊണ്ട് നടക്കരുത് കേട്ടോ. ഇതേപോലെ തലയും തെല്ലി വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചക്ക ഇട്ടുകൊണ്ട് പോയ ആൾക്കാർ എൻ്റെ ചെടിത്തോട്ടത്തിൽ കയറി ഒന്ന് മേഞ്ഞിട്ടാണ് പോയത്. കാരണം ചക്കയൊക്കെ നമ്മുടെ ലക്കി ബാമ്പുവിൻ്റെ നടുക്കേക്കാണ് പഥോന്ന് വന്ന് വീണത്. അതുകൊണ്ട് തന്നെ പല ചെടികളും നശിച്ചു വേണ്ടായിരുന്നു. പ്ലാവിൻ്റെ ചോട്ടിലും തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇതേപോലെ ചെടി നടുമ്പോൾ ഇതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരുന്നത് വളരെ വളരെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞങ്ങളിതേ ഇന്ന് ഒരു വലിയൊരു തേളിനെ കണ്ടു കേട്ടോ. സംഭവം ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ, നമ്മളെ കടിക്കും. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിനിങ്ങനെ നോക്കിയിട്ട് അമ്മ അതിനെ കൊന്ന് ഇതേ തീയിലിട്ട് വരുന്ന വരവ് കണ്ടില്ലേ. ഇന്ന് ചക്ക അവിച്ചതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മത്തി മുളകിട്ടതാണ് ഉണ്ടാക്കുന്നത്. മത്തി ആരുടെയൊക്കെ ഫേവറേറ്റ് ആണ്. മത്തി എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു മീനാണ് കേട്ടോ. മണി ബോക്സ് നമ്മൾ ഉണ്ടാക്കി വെക്കുക മാത്രമല്ല കേട്ടോ, അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഞാൻ പൈസ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 100ൻ്റെ നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഐശ്വര്യമായിട്ട് ഞാനത് അങ്ങോട്ട് വെട്ടട്ടെ കേട്ടോ. ഇതേപോലെ എല്ലാം വെട്ടി പോട്ടെ. അങ്ങനെ നമ്മുടെ 5000 രൂപ നമ്മൾ തികയ്ക്കണം. അപ്പോൾ സൺഡേ ഈവനിങ് നിങ്ങളുടെ പരിപാടീസ് എന്തൊക്കെയായിരുന്നു? അടിച്ചു പൊളിച്ചോ?